ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വൈകുന്നേരത്തേക്ക് മക്കൾ സ്കൂളിട്ട് വരുമ്പോഴത്തേക്ക് ഒരു ലഡു ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ അതെന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മളടുത്ത് കുറച്ച് ബാലവാടിപ്പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൻ്റെ ബാലവാടിപ്പൊടിയാണ് കേട്ടോ ഇത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ടത് കുറച്ച് കടലയാണ്, നിലക്കടലയാണ് വേണ്ടത് കേട്ടോ. പക്ഷേ നിലക്കടല ഇല്ലാത്ത കാരണം ഞാൻ നമ്മുടെ പൊട്ടുകടലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കപ്പ് കടല എടുത്തിട്ട് ഞാൻ നല്ലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു അരക്കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് എടുത്തൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കടലയൊക്കെ ഒന്ന് നല്ല വറുത്ത് വന്നിട്ടുണ്ട്, അതൊന്ന് എടുത്ത് മാറ്റാം. പിന്നെ നമുക്കതിലേക്ക് ആവശ്യം കുറച്ച് എള്ളാണ് കേട്ടോ. അത് ഞാൻ ചൂടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 കപ്പ് ബാലവാടിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ബാലവാടിപ്പൊടി അതിലേക്ക് ഇടാം കേട്ടോ. 2 കപ്പ് പൊടിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു കപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ചൂടായി വരുന്ന സമയത്താണ് രണ്ടാമത്തെ പൊടി ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ നമുക്ക് അടി പിടിക്കാതെ നല്ലൊന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ച കടല ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പം മാവും കടലയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന വെള്ളപ്പാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് കൈ വെച്ച് നമുക്ക് ഇളക്കാൻ പറ്റില്ല. അപ്പോൾ തിളച്ച വെള്ളപ്പാവായതുകൊണ്ട് നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഞാൻ സ്പൂൺ കൊണ്ട് നല്ലപോലെ ഇളക്കി അതിന് ശേഷമാണ് കേട്ടോ കൈ കൊണ്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് നല്ലൊന്ന് കുഴച്ചെടുത്തിട്ട് നല്ലൊന്ന് ബോളാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അമൃതം പൊടിയും ബാലവാടിപ്പൊടിയും ഒക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, അവർ കഴിച്ചോളും. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ. നിലക്കടലി ഇട്ടിട്ട് ഉണ്ടാക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇല്ലാത്തതുകൊണ്ടാണ് കടല ഇട്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ മോള് പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ ഇങ്ങനെ പിന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് തിന്നാൻ നല്ല രസമുണ്ടെന്ന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് 2 പാക്കറ്റ് ബാലവാടിപ്പൊടി അമൃതപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് സ്കൂളിട്ട് വരുമ്പോൾ നല്ലൊരു ബേക്കറി ഐറ്റം എണ്ണേൻ്റെ ഒക്കെ കൊടുക്കുന്നതിനേക്കാളും കുറച്ചൊക്കെ നല്ലതല്ല ഇങ്ങനത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ എള്ള് വറുത്തതും കൂടി അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുതുതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ളായിട്ടൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്യണേ. അപ്പോൾ ഈ ലഡു നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എണ്ണയൊന്നുമില്ല, ഒരു സ്പൂൺ നെയ്യ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ മക്കൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കി മക്കൾ നല്ല ഇഷ്ടപ്പെട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയുള്ളൂ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.